ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ലോഡഡ് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ലോഡഡ് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 8 പീസ് ബ്രെഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ ബ്രെഡും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നല്ല ക്രിസ്പി ആണ് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം 8 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗം വെന്ത് കഴിഞ്ഞാലും ക്രിസ്പി ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 8 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബ്രെഡ് 9 പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ പീസാണ് ഏറ്റവും നല്ലത്. അപ്പം ആ ഒരു പീസ് ഈ ഒരു ചൂടായിട്ടുള്ള ഈ ചട്ടിയിൽ തന്നെ ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം കൂടുതൽ സമയം ഈ ഒരു നെരിച്ചിലുണ്ടാവും കേട്ടോ, ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് മാറ്റി വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു അടുത്തൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടറൊക്കെ അലിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറിയൊരു കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായി കട്ടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒറിഗാനോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഒറിഗാനോ എന്തായാലും ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ടെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്, ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടുള്ള ചിക്കനാണ്. അത് ആവശ്യമില്ല, അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഇതിട്ട് കൊടുക്കാം. ഇനി നല്ലോണം ആ വെള്ളമൊക്കെ ഇതിലേക്കൊന്ന് അബ്സോർവ് ആയി എടുക്കുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളം വറ്റുന്ന വരെ മാത്രം ഒന്ന് വാട്ടി കൊടുത്താൽ മതി. പിന്നീട് അത് ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേറൊരു പാൻ എടുക്കുന്നുണ്ട്. ഇത് വൈറ്റ് സോസ് തയ്യാറാക്കാനാണ്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് പതൊക്കെ വരും. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് സിമ്പിളാക്കി കൊടുക്കട്ടോ, ചെറിയ തീയിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം 1/2 മുറി സവാളയും ഒരു ബേ ലീവ്സും പിന്നെ 2 ഗ്രാമ്പും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സവാളിൻ്റെ മുകളിൽ ഇത് കുത്തി കൊടുത്തേക്കാണ് കേട്ടോ. ഇത് എടുത്ത് ഒഴിവാക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. തീ ഓഫാക്കിയതിന് ശേഷം ഈ ഒരു ഉള്ളിൻ്റെ ആ ഒരു ഇത് എടുത്ത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനായിട്ടൊരു നല്ലൊരു വലിയ ട്രേ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ ആ കൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം. പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സോസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ചീസ് വെച്ചെടുക്കാവുന്നതാണ്. കൂടുതൽ ചീസ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അതാ ചീസും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നേരത്തെ ആ ഒരു ബ്രെഡിൻ്റെ കൂട്ടില്ലേ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് ചീസ് ഒന്ന് അവിടെ ഇവിടേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വലിയൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ചീസ് മെൽറ്റ് ആവുന്ന ടൈം വരെ വേവിച്ചെടുത്താൽ മതി. ഓവളാണെങ്കിലും കുറച്ച് ടൈം വെച്ചെടുത്താൽ മതി. ഈ ഒരു ചീസൊക്കെ അലിയുന്ന വരെ മാത്രം വെച്ചെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി കുക്കായതായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ശേഷം ഇത് കുക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലോഡഡ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചിക്കനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, കമൻ്റായിട്ട് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്കും കൂടിയും ചെയ്തോളൂ.